സ്വർണ്ണവിലയിൽ താൽക്കാലിക ഇടിവ് വരുന്നുണ്ടെങ്കിലും 2030 വരെ വിലയിലെ കുതിപ്പ് തുടരുമെന്നാണ് കണക്കാക്കുന്നത് കേട്ടോ. വില ഉയരുമ്പോൾ ജ്വല്ലറികളിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട് എന്നാണ് വ്യാപാരികളും പറയുന്നത്. എന്താണ് വിപണിയിലെ അവസ്ഥയെന്ന് നമുക്കൊന്ന് നേരിട്ട് പോയി നോക്കാം. എന്താ അങ്ങനെ പോണത് ഇതില് അല്ല കർഷകരില്ല. നമ്മളൊരു ചെറിയൊരു സംശയം കൂടെ തീർക്കാറിങ്ങി. സ്വർണ്ണവില എങ്ങനെ കൂടുകയാണല്ലോ, അപ്പൊ ചെറിയ ഇടിവൊക്കെ വന്നു. എന്നാലും ജ്വല്ലറിയിൽ ആളുണ്ടോ ആളില്ലെന്നാ സംശയം. ഇവിടെ മനസ്സിലായി കുറച്ച് കുറവുണ്ടല്ലേ? അതെ, ഇത് കുറവാണ്, മൊത്തത്തിൽ ഒരു കുറവുണ്ട്. ഒന്നാമത് ഈ മാർക്കറ്റ് ഇങ്ങനെ ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. എന്താ വെച്ചാൽ ദിവസം 2 നേരം 3 നേരമാണ്. ഇന്ന് തന്നെ 2 നേരം റേറ്റ് വന്നപ്പോൾ രാവിലെ ഓപ്പണിങ്ങിന് റേറ്റ് വന്നു, അത് കഴിഞ്ഞ് 12 മണിയായപ്പത്തിന് വീണ്ടും റേറ്റ് വന്നു. 3 റേറ്റൊക്കെ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. ദിവസം പവന് 8000-ന് മേലെ കൂടിയിട്ടാണ് 1,31,000 വന്നു. ഉപഭോക്താക്കൾക്ക് വളരെ ഇത് വാങ്ങാൻ എന്താ വെച്ചാൽ ആളുകൾക്ക് ഇത് ഒന്ന് വെയിറ്റ് ചെയ്ത് കൂടി പോവുകയാണല്ലോ. അപ്പോൾ കുറഞ്ഞപ്പോൾ ഒറ്റടിക്ക് 20-25,000-ന്റെ അടുത്ത് കൊണ്ട് കുറഞ്ഞു. 1,31, 1,6, 1,7 വന്നിട്ട് പിന്നെ 1,11 നമുക്ക് വന്നു. ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണത്തിനില്ല ഇതാണ് വരുന്നത്. ഡോളറിന് വരുന്ന വ്യത്യാസത്തിൽ വരുന്നതുകൊണ്ടാണ് ഇത് എല്ലാവരും വാങ്ങിക്കൂട്ടിലാണ് സ്വർണ്ണത്തിൽ വരുന്നത്. ലോക മാർക്കറ്റിൽ വരുന്നതില്ല. ആളുകൾക്ക് ഇപ്പോൾ സ്വർണ്ണം ഇപ്പോൾ ഒരു പവനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരുന്ന, അതായത് പ്രതീക്ഷിക്കാത്ത വലിയൊരു എമൗണ്ടാണ്. 10 പവന് വാങ്ങാൻ ഉദ്ദേശിച്ചവർ 5 പവനെ കഷ്ടിച്ച് വാങ്ങണുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിപ്പോയി റേറ്റ് കൂടുതൽ വന്നുകൊണ്ട്. അപ്പൊ കുറച്ച് മാസമായിട്ടാണല്ലോ പെട്ടെന്ന് ആളുകൾ ഇപ്പോൾ ആളുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ആളുകൾ ജ്വല്ലറി സ്വർണ്ണം വാങ്ങാത്തുന്നതിൽ കുറഞ്ഞ വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ അന്ന് അവർക്ക് സ്വർണ്ണം വാങ്ങാൻ റേറ്റ് കുറയുമ്പോഴാണ് വ്യാപാരം ശരിക്കും നടക്കുള്ളൂ. സ്വർണ്ണ വ്യാപാരം കൂടുമ്പോൾ ആളുകൾ നോക്കിയിട്ട് വാങ്ങുള്ളൂ. ജ്വല്ലറി മേഖലയിൽ ഈ റേറ്റ് കൊണ്ട് വളരെയധികം ഈ മേഖലയ്ക്ക് വളരെ അധികം ബാധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ 100-ലേറെ സ്വർണ്ണ വ്യാപാരികളുള്ള ഒരു സംഘടനയുടെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. എനിക്ക് ഇല്ലത് ഡെയിലി പല ഭാഗത്തുനിന്നും ഈ സംഘടന ആളുകൾ വിളിക്കുന്ന കച്ചവട വ്യാപാരം വളരെ കുറവാണ്. വെള്ളി വിൽക്കുന്ന ആ വെള്ളിക്കും റേറ്റ് കൂടി അതേമാതിരി. അതുകൊണ്ട് അതും വിൽക്കുന്ന നടത്തുന്നവർ കൂടിയും ഡെയിലി സെയിൽ വളരെ കുറവാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ സ്വർണ്ണ വ്യാപാരികൾ വളരെ ആശങ്കയിലാണ്. ഈ ചെറുകിട കച്ചവടക്കാർ എങ്ങനെ പിടിച്ചു നിൽക്കുന്നില്ലൊരു അവസ്ഥയിലാണ്. സ്വർണ്ണവില ചെറുതായിട്ടൊക്കെ ഒന്ന് ഇടിയുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ അങ്ങ് കുതിച്ചു പോയപ്പോൾ ജ്വല്ലറിയിലേക്കുള്ള ആളുകളുടെ എണ്ണത്തിലും ഇടിവുണ്ടായെന്നാണ് എന്തായാലും മനസ്സിലാവുന്നത്. അനീസ് തോട്ടക്കാരനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.